ഹായ്, അറിയാൻ മേലായിട്ട് ചോദിക്കുക എന്തോന്നിട ഇത്. ഇവർക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം തെളിവുകളും മണി ചെയിൻ ആണോ എന്നുള്ളതിനും ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ രേഖാമൂലമുള്ള റിപ്പോർട്ട് GST വാങ്ങുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ, അതായത് ഉൽപ്പന്നങ്ങളുടെ GST വകുപ്പാണ് ഒരു ബിസിനസ് എങ്ങനെയാണ് എന്താണെന്ന് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. കാരണം അതിനനുസരിച്ചാണ് അവർ GST വാങ്ങിക്കുന്നത്. GST ഓൾറെഡി ഒരു വർഷങ്ങളായിട്ട് GST വാങ്ങിച്ചുകൊണ്ടിരുന്ന, എന്നാൽ ആ വാങ്ങുന്ന GSTയിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാരണത്താൽ അതിലൊരു നടപടി എടുക്കാൻ വേണ്ടി പോയ, അതായത് GST കുറവാണ് എന്നുള്ളത് അല്ല, GST വാങ്ങാത്തതിനല്ല, GST കൊടുത്തത് അതിൽ ഒരു മിസ്മാച്ച് ഉണ്ട് എന്നുള്ള അതിന് തീർച്ചയായിട്ടും GST കൊടുത്താൽ അത് മാറും. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ കമ്പനി നടത്തുന്നത് ഒരു ജെനുവിൻ ബിസിനസ്സാണ്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അത്തരമൊരു രീതിയാണ് ഈ കമ്പനി പ്രവർത്തിച്ച് വന്നിരുന്നത് എന്നതും, എന്നാൽ ജെനുവിൻ പ്രൊഡക്ട്സ് ആണെന്നും അങ്ങനെയാണെങ്കിൽ ഒരു മണി ചെയിൻ കമ്പനീൻ്റെ ഇന്ന് GST വാങ്ങുന്ന ഒരു സിസ്റ്റം അല്ലല്ലോ ഇന്ത്യയിലേത് അല്ലെങ്കിൽ കേരളത്തിലെ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ, ഹൈറിച്ച് മണി ചെയിൻ കമ്പനി ആണെങ്കിൽ ഹൈറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 2-3-4 വർഷമായിട്ട് ഒരേ രീതിയിൽ തന്നെയാണ് ഹൈറിച്ച് പോകുന്നത്. അത് അന്നേം ഉള്ള ബിസിനസ് പ്ലാൻ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ആ ബിസിനസ് പ്ലാനിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെയാണ് ഗവൺമെൻറ് GST വാങ്ങിയത്. അപ്പോൾ ആ GST വാങ്ങുന്ന GST ഉദ്യോഗസ്ഥൻ തന്നെ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് GST ഉദ്യോഗസ്ഥൻ, കേരള ഗവൺമെൻറ്റിൻ്റെ GST ഉദ്യോഗസ്ഥൻ ഹൈറിച്ച് എന്ന കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ റിപ്പോർട്ടടക്കം ബാക്കി ഇവന്മാർ കൊടുത്ത ചില ഉഡായിപ്പ് കേസുകൾ കൊടുത്ത് ആ കേസുകളിലൊക്കെ എന്താണ്, ഇവന്മാർക്കൊക്കെ എന്തെങ്കിലും കാശ് കിട്ടിയിട്ടുണ്ടോ, കിട്ടാത്തവരാണോ, ക്രിപ്റ്റോ കറൻസി ചുമ്മാ ഒരു തട്ടിപ്പാണോ, അത് ലിസ്റ്റ് ചെയ്ത കറൻസി ആണോ എന്നുള്ളതിനെല്ലാം കൊടുത്തു, തെളിവ് കൊടുത്തിട്ടിപ്പം അത് കഴിഞ്ഞിട്ട് വാദം നടക്കാൻ തുടങ്ങിയിട്ടിപ്പം എത്ര സിറ്റിങ്ങാണ് നടക്കുന്നത്. ഒരു ദിവസം ഇത് ദിവസങ്ങൾക്കൊന്നും വിലയില്ല ഇവിടെ. ഒരു മനുഷ്യൻ്റെ ആയുസ്സാണോ ഇതൊക്കെ? ഇത് ജീവൻ്റെ ആയുസ്സിലാണ് ഈ കാര്യങ്ങൾ. നിങ്ങൾ ഈ ആഴ്ച, 3 ആഴ്ച, 10 ആഴ്ച, ഒരാഴ്ച, 1 മാസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ഇത് എന്ന് നീതി കിട്ടുമെന്ന് ചോദിച്ചാൽ ആർക്കറിയാം. നീതി ഉണ്ടെന്ന് ശരിയാ, പക്ഷെ നീതി ഇത് എന്ന് കിട്ടുമെന്നുള്ളത്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും ഐ ഡോണ്ട് നോ ഇത് ഇങ്ങനെയെന്ന് എന്താ സംഭവിക്കുന്നതെന്ന്. ഇങ്ങനെയുണ്ടോ ഒരു സിസ്റ്റം? അയ്യേ, എനിക്കറിയത്തില്ല ഇത് എന്നാണ് ഈ പാവപ്പെട്ട. ഞാൻ ഇന്ന് മറ്റേ HCRSൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരാളുടെ വിഷമം, ഒരുപാട് ആളുകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടുള്ള വിഷമം ഈ കമ്പനിയുടെ ഓപ്പറേഷൻസ് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചതുകൊണ്ട് വരുമാനം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ പൈസ ബ്ലോക്കായി പോയ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളിൽ ഒരാളുടെ വിഷമം കേൾക്കുമ്പം തന്നെ, ഒരാളുടെ കാര്യം കേൾക്കുമ്പം തന്നെ എനിക്ക് 10,000-കണക്കിന് ആളുകൾ ഇതുപോലെ വിഷമിക്കുന്നവരുണ്ടാകും. അതിൻ്റെ ലെവല് ഏറിയും കുറഞ്ഞിരിക്കും, എന്നാലും അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. എന്നിട്ട് ഈ കുടുംബങ്ങളുടെ കാര്യമാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതൊക്കെ ഇനി എന്താണ് ഇതിനൊക്കെ ബോധിപ്പിക്കാൻ ഇനി വേണ്ടത്? ഇത്ര ആളുകൾ ഇതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ അറിയാം. പിന്നെ ഇതൊന്നും ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്ന കാശൊന്നുമല്ല. ഇതൊന്നും ഗവൺമെൻറ് കൊടുക്കാനും പറ്റൂല. ആ കമ്പനിയിൽ അതിൻ്റെ ബിസിനസ്സിലേക്ക് നിയമപരമായി കൊടുത്തിരിക്കുന്ന പൈസ ഉപയോഗിച്ച് ആ ബിസിനസ് ചെയ്യുന്ന കമ്പനി, ഇത് ബാങ്കൊന്നും അല്ലല്ലോ എടുത്ത് കൂട്ടിക്കെട്ടി വെക്കാൻ. അത് അവരുടെ ബിസിനസ് ആവശ്യങ്ങളിൽ, ബിസിനസ് ഓപ്പറേഷനിൽ ഉപയോഗിച്ച് തന്നെയാണ് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല. എന്നിട്ട് ഇതെല്ലാം വിശദീകരിച്ച് കൊടുത്തിട്ട് ഇത് എങ്ങനെ എന്തിനു വേണ്ടി പിന്നെയും ഇങ്ങനെ ലേറ്റ് ആക്കുന്നത്? ഇത് ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല ഇതിൻ്റെ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മറ്റേ ഒരു സംഭവം, ഹൈറിച്ചിൻ്റെ ഓഫീസ് ലേലം വെച്ച് സാധനം, കമ്പ്യൂട്ടർ എല്ലാം കൂടെ തക്കാളി വിലയ്ക്ക് അങ്ങ് വിൽക്കുവാണ്. ഇവന്മാരുടെയൊക്കെ വെച്ചതാണോ ഈ സാധനമൊക്കെ അവിടെ? നാണമില്ലേ ഇവർക്കൊന്നും? ആരാൻ്റെ സ്വത്തുക്കൾ അങ്ങ് ചുമ്മാ അങ്ങ് വിൽക്കാൻ? ആരൊക്കെയോ കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് മേടിച്ചുണ്ടാക്കിയ സാധനം ചുമ്മാ എന്തോ അപ്പൻ്റെ വക കിട്ടിയ സാധനം പോലെ അങ്ങ് വിൽക്കുക, അങ്ങനെ അങ്ങ് ലേലം ചെയ്യുക. ഇത് ഏത് നിയമം എന്തടി? എന്ത് അവകാശം സംരക്ഷണമാടേ?
കുറച്ച് ഒരാളുടെ ബിൽഡിങ്, ഇപ്പോൾ ഒരു ബിൽഡിങ്ങാണിത്, ഈ ബിൽഡിങ് ഒരാൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസിൽ പെട്ടപ്പോൾ ആ ബിൽഡിങ് അടക്കം ഫ്രീസ് ചെയ്തു. അയാൾക്ക് ആ ബിൽഡിങ് കൊടുക്കണം. പക്ഷേ അയാൾ അതിനകത്തിരിക്കുന്ന മറ്റ് കമ്പനിയുടെ സകല സാമാനം എടുത്ത് വിറ്റിട്ട് ഇയാൾക്ക് കാശ് കൊടുക്കും. ഇത് ഏത് രാജഭരണമാണിത്? ഇനി ഇവിടെ കോടതിക്കൊന്നും വേണ്ട ഇവർക്ക്. ചുമ്മാ തലയിലൊരു സാമാനം വെച്ചുകൊണ്ട് നടന്നാൽ മതി. ഇങ്ങനെ ഇതൊരു പൊട്ടനായിട്ട് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവരുടെ വിചാരം. ഐ ഡോണ്ട് നോ. ഇതൊക്കെ ആരോടാ പറയണ്ടേ? സ്വന്തമായിട്ട് വല്ല ഇത് പട്ടാളം തുടങ്ങേണ്ടി വരും മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ. ഓരോ കഴുതകൾ, ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. കുറേ കഴുതകൾ ഏതൊക്കെയോ കാശുകാരന്മാരുടെ കഴപ്പ് തീർക്കാൻ വേണ്ടി ഇതുപോലെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് 10 പൈസക്ക് ഉപകാരം കൊടുക്കുന്ന കമ്പനികളെ പൂട്ടിക്കാൻ വേണ്ടി ചില കഴകഴച്ച ധനവാന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കൊണയ്ക്ക് ബാക്കിൽ നിന്ന് താങ്ങി കൊടുക്കാൻ കുറേ തൊപ്പിയിട്ടവരും ടാഗ് തൂക്കിയവരൊക്കെ നടക്കുന്നുണ്ട്. ആദ്യം സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കണോ. ഒരു രാജ്യം, ഒരു നാട് നന്നാവണം, അവിടുത്തെ ആളുകൾ, സാധാരണക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവണം. അല്ലാതെ എല്ലാ ഉള്ളവന് പിന്നെയും കയറ്റാൻ വേണ്ടിയിട്ട് താങ്ങി ഉണ്ടാക്കി കൊടുക്കുന്നതല്ലടോ ഒരു രാജ്യസേവനം.